നമസ്കാരം. ക്ഷേത്രപടവിൻ്റെ ആദ്യ പടവ് കയറുന്നത് ചരിത്ര പ്രാധാന്യം കൊണ്ടും ഐതിഹ്യ പെരുമ കൊണ്ടും വാസ്തുവിദ്യ ശൈലി കൊണ്ടും പ്രൗഢഗംഭീരമായ സ്ഥാനമലങ്കരിക്കുന്ന ദേശത്തേക്കാണ്. തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം. കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്തായി തിരുവട്ടാർ എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശയന രൂപത്തിലുള്ള ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ്. അനവധി സവിശേഷതകളുള്ള ഈ ക്ഷേത്രം വിശ്വപ്രസിദ്ധിയാർജിച്ചു നിൽക്കുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ശ്രീപത്മനാഭസ്വാമിയുടെ ജ്യേഷ്ഠനാണ് ആദികേശവ പെരുമാൾ സ്വാമി. അങ്ങനെ ഒരു ഐതിഹ്യം കൂടാതെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി സാമ്യതയുള്ള അനേകം ഘടകങ്ങൾ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രഘടനയിലും വിഗ്രഹപ്രതിഷ്ഠയിലുമൊക്കെ ഈ സാമ്യതകൾ നമുക്ക് കാണാവുന്നതാണ്. അനന്തപത്മനാഭസ്വാമിയുടെ നഗരമെന്നറിയപ്പെടുന്നതാണ് നമ്മുടെ തിരുവനന്തപുരം. എങ്കിൽ ആദ്യാനന്തപുരം എന്നറിയപ്പെട്ടിരുന്നത് തിരുവട്ടാറിനെയാണ്. ഈ ക്ഷേത്രത്തിന് ആദിധാമ സ്ഥലമെന്നും ദക്ഷിണ വൈകുണ്ഠമെന്നും ചേരനാട്ടിലെ ശ്രീരംഗമെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. വൈഷ്ണവ ഭക്തന്മാരായ ആൾവാരന്മാരുടെ 108 തിരുപ്പതികളിൽ 76ാമത് ദിവ്യദേശമാണ് തിരുവട്ടാർ ക്ഷേത്രം. ഇവിടെ ആദികേശവ പെരുമാൾ പടിഞ്ഞാറ് ദർശനമേകിയാണ് വിഗ്രഹമുള്ളത്. എന്നാൽ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി കിഴക്കോട്ട് അഭിമുഖമായാണ് ദർശനമേകുന്നത്. അതുപോലെ തന്നെ 12,008 സാളഗ്രാമങ്ങൾ കൊണ്ട് കടുശർക്കര യോഗത്തിൽ തീർത്ത 18 അടി നീളമുള്ള വിഗ്രഹമാണ് ശ്രീപത്മനാഭസ്വാമിയുടേത്. എന്നാൽ തിരുവട്ടാർ ആദികേശവ പെരുമാൾ സ്വാമി 16,008 സാളഗ്രാമങ്ങളാൽ കടുശർക്കര യോഗത്തിൽ തീർത്ത 22 അടി നീളമുള്ള വിഗ്രഹമാണ്. അതുപോലെ തന്നെ ഇരു ക്ഷേത്രങ്ങളിലും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൂടിയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണസ്വാമി പാർത്ഥസാരഥി ഭാവത്തിലും തിരുവട്ടാർ ആദികേശവ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണസ്വാമി വേണുഗോപാല ഭാവത്തിലുമാണ് ഇവിടെ ദർശനമേകുന്നത്. 224 കൂറ്റൻ കൽത്തൂണുകളിലായി മേൽക്കൂരയോടുകൂടിയുള്ള ശീവേലി പാതയാണ് തിരുവട്ടാർ ക്ഷേത്രത്തിലേത്. ഇതിന് സമാനമായി തന്നെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതും. 224 കൽത്തൂണുകളിലായി 224 ദീപലക്ഷ്മികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതും വ്യത്യസ്ത മുഖഭാവങ്ങളിലായി തന്നെ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി പൈങ്കുനി ഉത്സവം പോലെ തന്നെ വർഷത്തിൽ 2 ഉത്സവങ്ങളാണ് തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിൽ. 3 വാതിലോട് കൂടിയുള്ള ശ്രീകോവില് തന്നെയാണ് ഇവിടെയും. നടുവിലെ ശ്രീകോവിലിന് നടുക്കായി തന്നെ ഭൂമിദേവിയും ശ്രീദേവിയും ദർശനമേകുന്നു. നെയ്വിളക്കിൻ്റെ പ്രഭയാൽ നെടുനീളെ കിടക്കുന്ന ആദിശേഷന്റെ മുകളിൽ ശയിക്കുന്ന ഭഗവാന്റെ ദർശനം മനസ്സ് നിറയുന്ന അനുഭൂതിയാണ് സൃഷ്ടിക്കുന്നത്. ക്ഷേത്ര ഐതിഹ്യം ഇപ്രകാരമാണ്. പുരാണത്തിൽ സൃഷ്ടിദേവനായ ബ്രഹ്മാവ് വിഷ്ണു ദർശനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാഗം നടത്തുകയുണ്ടായി. യാഗത്തിൽ പിഴവ് സംഭവിച്ചതിനാൽ യാഗാഗ്നിയിൽ നിന്നും കേശൻ കേശി എന്ന് പറയുന്ന 2 അസുരന്മാർ പുറത്തു വരികയും ചെയ്തു. പുറത്തു വന്നതിനെ തുടർന്ന് ഉപദ്രവം സൃഷ്ടിക്കാൻ തുടങ്ങി. ഈ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ ഭഗവാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. തങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനു ശേഷം മരണം ലഭിക്കാത്തവരെന്ന് വരം ലഭിച്ച ഈ അസുരന്മാരെ നിഗ്രഹിക്കാൻ സാധിക്കുകയില്ലെന്നും ശക്തി ക്ഷയിപ്പിച്ച് കീഴടക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ആദിധാമ വിപിനത്തിൽ വച്ച് കേശനുമായി ഏറ്റുമുട്ടുകയും ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിക്കുകയും ചെയ്തു. ഇത് കണ്ട കേശൻ നിലം പതിക്കുകയും തുടർന്ന് ആദിശേഷൻ കേശനെ വലിഞ്ഞു മുറുക്കി കെട്ടുകയും ചെയ്തു. ആദിശേഷൻ വലിഞ്ഞു മുറുക്കി കെട്ടിയ കേശന് മുകളിലാണ് ഭഗവാൻ ശയിക്കുന്നത്. ആദിശേഷന്റെ മുകളിലാണ് ഭഗവാൻ പള്ളി കൊള്ളുന്നതെങ്കിലും ഇപ്പോഴും ആദിശേഷൻ കേശനെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണെന്നാണ് വിശ്വാസം. ഇതൊക്കെ കണ്ട കേശന്റെ കൂടെ ഉണ്ടായിരുന്ന കേശിക്ക് കോപം കൊണ്ടു. അതിനെ തുടർന്ന് തപസ് അനുഷ്ഠിച്ച് കേശി ഒരു നദിയായി മാറിയെന്നും പറയുന്നു. അത് ക്ഷേത്രത്തിനെ വെള്ളത്തിലാഴ്ത്താനായി വരുമ്പോൾ ഭൂമിദേവി ക്ഷേത്രത്തിനെ ഭൂനിരപ്പിൽ നിന്നും അല്പം ഉയർത്തിയെന്നും പറയുന്നു. അത് കണ്ട് തെറ്റിന് പ്രായശ്ചിത്തം എന്ന വണ്ണം ക്ഷേത്രത്തിന് ചുറ്റുമായി പ്രദക്ഷിണം ചെയ്തൊഴുകിയെന്ന് വിശ്വാസം.
അതിനാൽ വട്ടമിട്ട് ഒഴുകിയ ആറിനെ വട്ടാറെന്നും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തിരു എന്ന നാമവും കേട്ട് തിരുവട്ടാർ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇന്നും നമ്മൾ ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ ക്ഷേത്രം സാധാരണ ഭൂനിരപ്പിൽ നിന്നും 55 അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 18ഓളം പടവുകൾ കയറി ചെന്നാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. കരിങ്കൽ പാളികളാൽ കൊണ്ട് തീർത്ത കോട്ടമതിലാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷത. ക്ഷേത്രത്തിൻ്റെ ഇരുവശത്തായി 2 പ്രവേശന കവാടങ്ങൾ നമുക്ക് കാണാം. ക്ഷേത്രത്തിന് പുറത്തായി എതിർവശത്ത് ദുർഗാദേവിയുടെയും നരസിംഹസ്വാമിയുടെയും ഒരു ക്ഷേത്രം നമുക്ക് കാണാം. ഒരു കാലത്ത് കന്യാകുമാരി ഉൾപ്പെടുന്ന ഈ പ്രദേശം തിരുവിതാംകൂറിൻ്റെ സ്വത്വമായിരുന്നു. രാജഭരണം മാറി നാട്ടുരാജ്യങ്ങളെല്ലാം സംസ്ഥാന രൂപീകരണങ്ങളിൽ ഉൾപ്പെട്ടപ്പോൾ വിഭജിച്ച് മാറിയത് കന്യാകുമാരി എന്ന തീരാനഷ്ടം. മലയാളക്കരയ്ക്ക് എന്നും തീർത്താ തീരാത്ത നോവ് തന്നെയാണ് കന്യാകുമാരി. Yeah.